അപ്പോൾ ഇന്നൊരു നെയിം ഈറ്റിംഗ് ചലഞ്ച് കണ്ടാലോ? എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് ഒരാളുടെ പേരാട്ടോ കഴിക്കാൻ പോകുന്നത്. വേറെ ആരുടെയല്ല, എൻ്റെ അമ്മു സാറിൻ്റെ പേരാണ്. എൻ്റെ ചേട്ടൻ്റെ മോളാണേ അമ്മു. അപ്പോൾ അവൾ എന്നോട് അപ്പയെ എൻ്റെ പേര് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി കേട്ടോ. അപ്പം ഞാൻ ഡിലേ ആക്കിയതിന് അവൾ അപ്പം എൻ്റെ പേര് ചെയ്തില്ല എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് ഓണത്തിന് ചെന്നപ്പോൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഡയറക്റ്റ് അവളെ നിർത്തിക്കൊണ്ട് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലായിരുന്നേ. പക്ഷേ ഓണത്തിന് അതിനുള്ള സമയം കിട്ടിയില്ല. ദേ അവൻ്റെ ചേച്ചിയുടെ പേരാ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ ഓടി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. എയ്ക്കായിട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് കഴിച്ചു. എമ്മിനായിട്ട് ഞാൻ മിൽക്ക് മെയ്ഡായിട്ടാണ് കഴിച്ചത്. ഓണം സീസൺ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും മിൽക്ക് മെയ്ഡ് കാണുമല്ലോ. അടുത്ത ലെറ്റർ ഇ ആണ് വരുന്നത്. ഈക്കായിട്ട് നമ്മൾ മുട്ട കഴിച്ചിട്ടുണ്ട്, എഗ്ഗ്. അടുത്ത ലെറ്റർ വരുന്നത് വൈ ആണ്. അപ്പോൾ വൈക്ക് എന്ത് കഴിക്കും എന്നിങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നു. അപ്പം എപ്പോഴും നമ്മൾ യോഗട്ടല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ യോക്ക് കഴിച്ചിട്ടുണ്ട് കേട്ടോ, മഞ്ഞയുടെ മുട്ട. അപ്പോൾ വൈക്കായിട്ട് ദേ യോക്ക് കഴിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഒരു പങ്ക് നമ്മുടെ കുഞ്ഞനിയനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അടുത്ത ലാസ്റ്റ് ലെറ്റർ വരുന്നത് എ ആണ് കേട്ടോ. എയ്ക്കായിട്ട് ഞാൻ അച്ചാറാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നക്കിയപ്പം കുറച്ചുകൂടെ നക്കിയാലോ എന്നൊരു ആലോചന വന്നു. അങ്ങനെ ഞാൻ ഒരു പീസ് തന്നെ എടുത്ത് ഇങ്ങനെ കഴിച്ചിട്ട് കുറച്ച് ഗോക്കപ്പനും കൂടെ കൊടുത്തു കേട്ടോ. അവന്താ ഇപ്പം നവരസങ്ങളൊക്കെ മിന്നി മറയുന്ന കാണാം, നല്ല പുളിയാട്ടോ. അതിനുശേഷം ഞാൻ വിചാരിച്ച് എന്നാൽ എൻഷലും കൂടെ അങ്ങ് കഴിച്ചേക്കാന്ന്. അപ്പം എസ് ആണേ, എസ്സിന് സോസായിട്ടാണ് കഴിച്ചേക്കുന്നത്. പിന്നെ ഇനി ആ കവർ എൻ്റെ ഈ നിൽക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഗോക്കപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് ഈ സാഷേ കേട്ടോ. അപ്പം അമ്മു സാറേ അപ്പ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മുവിൻ്റെ ഒറിജിനൽ നെയിം അമ്മയാണ്. അപ്പം ഗോക്കപ്പനും ഞാനും കൂടെ അമ്മു ചേച്ചിയെ കഴിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ബായ്.